12 വർഷം നീണ്ടു നിന്ന സ്കൂൾ ജീവിതത്തിൻ്റെ അവസാനം 1200 എത്ര മാർക്ക് എന്ന രീതിയിലാണ് നിലവിൽ കേരളത്തിൽ +2 ശേഷം പൊതുവെ കുട്ടികളെ വിലയിരുത്താറ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ 12 വർഷത്തെ സ്കൂൾ ജീവിതത്തിൽ നിങ്ങൾ ഈ 1200 മാർക്ക് മാത്രമല്ല സമ്പാദിച്ചതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഈ വീഡിയോ തുടർന്ന് കാണണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 1200 നിങ്ങൾ ഏത് സബ്ജക്റ്റ് എടുത്തോട്ടെ, നിങ്ങൾ പാസ്സായോ ഇല്ലേ, ഫുൾ മാർക്ക് വാങ്ങിയോ ഒന്നും എന്നുള്ളതല്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നിങ്ങൾ കിട്ടിയ മാർക്കിൽ ഹാപ്പി ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ, ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് എന്നും അല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം തുടർന്ന് കാണുക. ഹാപ്പിയാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഇത് ഓക്കെയാണ്, നിങ്ങളെ എഫേർട്സിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി ലൈഫുമായിട്ട് ലെറ്റ്സ് മൂവ് ഓൺ. നിങ്ങൾ ഇനി ഉപരിപഠനത്തിന് വേണ്ടി കോളേജുകളിലേക്ക് വിവിധ രീതിയിലേക്ക് നിങ്ങൾ വഴിതിരിഞ്ഞു പോകും. ഇതിനെപ്പറ്റി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. ഇതിനൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, റീവാല്യുവേഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, +1 ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ ഒരു തവണ കൂടി വാല്യൂ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നത് May 30 അതായത് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിനൊരു ഫീസ് ഉണ്ട്. അതെങ്ങനെയെന്നൊക്കെ വഴിയെ തന്നെ ഈ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വരും. ആൻഡ് ഇനി നിങ്ങൾക്ക് ഈ പേപ്പറിൽ നിങ്ങളുടെ പെർഫോമൻസ് പോരാ എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. +1 മാത്രമല്ല മക്കളെ, +2 ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് May 30 ഇതും നിങ്ങൾ സ്കൂൾ ത്രൂ തന്നെ ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് D ഗ്രേഡ് ആണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ആ എക്സാമിനെ തന്നെ സേ എക്സാം എന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞാൽ സേ എക്സാമും ഇംപ്രൂവ്മെൻ്റ് എക്സാമും ഒന്ന് തന്നെയാണ്. പാസ്സായ കുട്ടികൾക്ക് അത് ഇംപ്രൂവ്മെൻ്റ് എക്സാമും, സേ എക്സാം തോറ്റ ഇൻ ദ സെൻസ് പാസ് മാർക്ക് ലഭിക്കാത്ത കുട്ടികൾക്കുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും, സെയിം എക്സാം ഡേ ആയിരിക്കും. ആൻഡ് എക്സാം ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ജൂണിലാണ്. ഡേറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഇൻഫർമേഷൻസ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ വരും. അപ്പോൾ നിങ്ങൾ ഇതിന് പ്രിപ്പയർഡ് ആണെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ടുള്ള ഡേയ്സിൽ ഈ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് വർക്ക് തന്നെ ചെയ്യണം. ആൻഡ് ഒരു കാര്യം കൂടി പറയാം, ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാം കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ, കേരളത്തിൽ മാർക്ക് ബേസ് ആയിട്ട് നിങ്ങൾക്ക് ചില കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാറുണ്ട്. കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റീസിലെല്ലാം +2 മാർക്ക് ബേസ്ഡ് ആണ്. പക്ഷേ ഈ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ കോളേജുകളിലേക്കൊക്കെയുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, യൂണിവേഴ്സിറ്റികളിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ തന്നെ എഫേർട്ട് എടുത്തിട്ട് വേണം അത് ചേഞ്ച് ചെയ്യാൻ എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 1200 എന്ന് പറഞ്ഞാൽ ആ മാജിക് നമ്പർ തന്നെ കിട്ടണം എന്ന് വാശിയുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് നിങ്ങൾ അച്ചീവ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് ഒരു റിഗ്രറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു.